അമേരിക്കൻ സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് അതിനിർണായകമായ സമയമാണ്. ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തേടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ 2026 വിസ നടപടികൾ പഴയതുപോലെയല്ല. നിയമങ്ങൾ കൂടുതൽ കർക്കശമായിരിക്കുകയാണ്. പരിശോധനകൾ സൂക്ഷ്മമായിരിക്കുന്നു. നിങ്ങളുടെ അമേരിക്കൻ സ്വപ്നം ഒരു ചെറിയ പിഴവ് കൊണ്ട് തകരാതിരിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 2026 വിസ നടപടികളിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം ഇന്റർവ്യൂ വെയ്വർ പരിമിതപ്പെടുത്തി എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചിലർക്ക് നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകാതെ വിസ പുതുക്കാനോ ലഭിക്കാനോ അവസരമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഭൂരിഭാഗം വിദ്യാർത്ഥികളും നേരിട്ട് കോൺസുലേറ്റിലെത്തി ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടി വരും. മറ്റൊരു പ്രധാന മാറ്റം സോഷ്യൽ മീഡിയ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പോസ്റ്റുകൾ എന്നിവ വിസ ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നടപടി. അതിനാൽ ഡിജിറ്റൽ ലോകത്തെ നിങ്ങളുടെ ഇടപെടലുകൾ വിസയെ ബാധിക്കാൻ ഇടയുണ്ട്. എന്തുകൊണ്ടാണ് വിസകൾ റിജക്ട് ചെയ്യപ്പെടുന്നത്? ഇതിനുള്ള പ്രധാന ഉത്തരം US ഇമിഗ്രേഷൻ നിയമത്തിലെ സെഷൻ 214B ആണ്. ഈ നിയമപ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും ഒരു ഇന്റൻഡിംഗ് മൈഗ്രന്റ് ആയാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നിങ്ങൾ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർ സംശയിച്ചാൽ വിസ നിഷേധിക്കപ്പെടും. ഇത് മറികടക്കാൻ സ്ട്രോങ് ടൈംസ് ടു ഹോം കൺട്രി തെളിയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബം, സ്വത്തുക്കൾ, ഇന്ത്യയിൽ ലഭിക്കാനിടയുള്ള തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വേണം. പഠനം കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലേക്ക് തിരികെ വരും എന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ വിജയം. സാമ്പത്തിക രേഖകളിലെ പിഴവുകളാണ് പലപ്പോഴും വിസ നിഷേധിക്കാൻ കാരണമാകുന്നത്. വെറും ബാങ്ക് ബാലൻസ് കാണിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന സമ്പാദ്യം മാത്രമേ പരിഗണിക്കൂ. ഭൂമിയുടെയോ സ്വർണത്തിന്റെയോ മൂല്യം പ്രധാന സാമ്പത്തിക സ്രോതസ്സായി കണക്കാക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഒരു വലിയ തുക വന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും. പണം എവിടെ നിന്ന് വന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൈവശം കരുതണം. നിങ്ങളുടെ മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ ആണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള വരുമാനം ഉണ്ടെന്ന് തെളിയിക്കുന്ന ടാക്സ് റിട്ടേണുകളും ഹാജരാക്കേണ്ടി വരും. വിസ ഇന്റർവ്യൂ എന്നത് ഒരു ക്വിസ് മത്സരമല്ല, മറിച്ചൊരു സംഭാഷണമാണ്. പല വിദ്യാർത്ഥികളും ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന റെഡിമെയ്ഡ് ഉത്തരങ്ങൾ മനഃപ്പാഠം പഠിച്ച് പറയാറുണ്ട്. ഇത് വിസ ഓഫീസർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങളുമായി ഈ കോഴ്സ് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ലളിതമായി വിശദീകരിക്കുക. സർവകലാശാലയുടെ പ്രത്യേകതകളും അവിടുത്തെ റിസർച്ച് സാധ്യതകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുറിച്ചുള്ള മറുപടികൾക്ക് പകരം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഇവിടെ പ്രധാനമാണ്. 2025 അവസാനത്തോടെ വന്ന നിർദ്ദേശപ്രകാരം വിദേശ വിദ്യാർത്ഥികളുടെ വിസ കാലാവധി 4 വർഷമായി പരിമിതപ്പെടുത്താൻ നീക്കമുണ്ട്. നിലവിൽ കോഴ്സ് എത്ര കാലമുണ്ടോ അത്രയും കാലം നിൽക്കാമായിരുന്നു. എന്നാൽ പുതിയ മാറ്റം വന്നാൽ 4 വർഷത്തിന് ശേഷം നിങ്ങൾ വിസ പുതുക്കേണ്ടി വരും. അത് PhD വിദ്യാർത്ഥികളെയും ദീർഘകാല കോഴ്സുകൾ ചെയ്യുന്നവരെയും ബാധിക്കാം. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടെ വേണം അപേക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാൻ. വിദ്യാർത്ഥികൾ വരുത്തുന്ന ചില സാധാരണ പിഴവുകൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ പാസ്പോർട്ടിലെ വിവരങ്ങൾ DS-160 വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകരുത്. ഏജന്റുമാർ നൽകുന്ന വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അമേരിക്കൻ യാത്ര എന്നേക്കുമായി തടയാൻ കാരണമാകും. നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ചോ അതിന്റെ ചെലവിനെക്കുറിച്ചോ അറിവില്ലാതെ ഇന്റർവ്യൂവിന് പോകുന്നത് വലിയ തെറ്റാണ്. വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാൻ ഇപ്പോൾ മാസങ്ങൾ എടുക്കാം. അതിനാൽ I-20 ലഭിച്ചാൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക. അമേരിക്ക എന്നത് വലിയ അവസരങ്ങളുടെ നാടാണ്. എന്നാൽ ആ നാടിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് ഇവിടേക്ക് സ്വാഗതമുള്ളൂ. 2026 വിസ ലഭിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും സത്യസന്ധമായ രേഖകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം ഉറപ്പാക്കാം.